നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ജോസൂട്ടിയാണ്. ഞാൻ RJ ഷേവൻ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തികളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ആരൊക്കെയാണ് ഷെറിനെ? ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം കാണിക്കാം. നമ്മുടെ നാട്ടിൽ ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടിയാൽ ഏറ്റവും ആദ്യത്തെ പരിപാടി പാട്ടുണ്ടാക്കുക. ഈ സാധനത്തിന് ഈ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന സാധനത്തിന് അതൊരു കരിയർ ഉണ്ടാക്കാന്നുള്ള തോട്ട് എങ്ങനെയാണ്? അത് ഇത് നേരത്തെ പറഞ്ഞ തന്നെ ബെഞ്ചി കുട്ടിയിട്ടാണ് ബീറ്റ് ബോക്സിലോട്ട് പോയത്. ആക്ച്വലി ഇത് എനിക്കൊരു പുറത്തെ വീഡിയോ ഇൻസ്പയർ ആയിട്ടാണ് ആക്ച്വലി ബീറ്റ് ബോക്സ് ഞാൻ ചെയ്യുന്നത്. കേരളത്തിൽ ഫസ്റ്റ് ടൈം ആർക്കും അറിയില്ല അതിനെ കുറിച്ച്. ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ബോർഡ് അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആർട്ട് ഫോം ഉണ്ടോ എന്നും ആർക്കും അറിയില്ല. സോ അന്ന് ചെയ്തപ്പോൾ എനിക്ക് മേ ബി ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു ഫെയിമും മേ ബി അങ്ങനെ കിട്ടിയത്. ഇപ്പൊ ഇങ്ങനെ ഒരു ബെഞ്ചിൽ കൊണ്ടുവന്ന ആ ഒരു ടൈമില് ടീച്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും സ്കൂളിൽ ഇറങ്ങിപ്പോടാന്ന്. അല്ല, അത് പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം ഈ ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഇതാ വന്നിരുന്നത്, ആ ഒരു ഡെഫിനേഷനാണ് വന്നിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഡെഫിനേഷൻ ശരിക്കും പറഞ്ഞത് കരിയർ ആക്കി എടുക്കാൻ പറ്റുമെന്നൊക്കെ ശരിക്കും പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ DJ RJ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നമുക്കിപ്പോൾ കുറച്ചും കൂടെ സുപരിചിതമാണ്. ആ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് DJ എന്ന് പറയുമ്പോൾ DJ ശേഖർ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു പേര് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ DJയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ചലഞ്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്? ബുദ്ധിമുട്ടായിരുന്നു, കാരണം മ്യൂസിക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതെ അതെ, അന്നത്തെ കാലത്ത്. അപ്പൊ കൂടുതലും പൈറസിയാണ് മെയിൻ പ്രശ്നം. അല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ദ ഓൺലി വേ ടു ആക്സസ് മ്യൂസിക് വാസ് പൈറസി. അതെ, കാരണം ഇന്റർനാഷണൽ റിലീസ് ഒന്നും പറ്റില്ല. ഇല്ല. അപ്പൊ നമ്മള് നാപ്സ്റ്റർ അങ്ങനത്തെ പഴയ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു. പ്രത്യേകിച്ച് കൊച്ചി പോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ കേരളത്തിലെ ഏതൊരു നഗരത്തിലാണെങ്കിലും ഒരു പബ്ബില്ല, അങ്ങനെ ഒരു DJ ചെയ്യാനുള്ള അന്നത്തെ ഒരു സാഹചര്യം ഒന്നുമില്ല. അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കയറി വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ? ചാലഞ്ചിങ് ആണ്, എപ്പോഴും ചാലഞ്ചിങ് ആണ്. അതെ, അന്ന് പക്ഷേ 2001 ഫസ്റ്റ് പബ്ബ് തുടങ്ങിയത്. അതെ കേരളത്തിൽ. അതെ, അപ്പൊ അവിടെയാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഫോർമുല 1 എന്ന് പറഞ്ഞൊരു പബ്ബായിരുന്നു കേരളയിലെ ഫസ്റ്റ് അവിടെ നിന്നാണ് തുടക്കം. ഈ കോഫിയുമായിട്ട് എന്താ ഒരു ബന്ധമാണ്? കോഫി ലവറാണ്, കോഫിയായിട്ട് എന്തോ ഒരു സംഭവം, ഐസ് കോഫി. അത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആണ്, രണ്ടും മിക്സിംഗ് ആണ്. അതെ, ഒരെണ്ണം സൗണ്ട് ആണെങ്കിൽ ഇത് കോഫിയാണ്, ഓരോന്നൊക്കെ ആയിട്ട് മിക്സ് ചെയ്യും. ബേസിക്കലി കോഫി കമ്പം എനിക്ക് കോവിഡ് സമയത്ത് തുടങ്ങിയത്. അങ്ങനെ ബ്രൂ ചെയ്യാൻ. ഓക്കെ, കോൾഡ് ബ്രൂ. പേഴ്സണലി ഏത് ടൈപ്പ് കോഫിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം? എനിക്ക് സ്പീക്കിംഗ് കോൾഡ് ബ്രൂ ആണ്. ഓക്കെ, ഫെജോയിലോട്ട് പോവുകയാണെങ്കിൽ ഫെജോയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഫെജോയുടെ ഇപ്പോൾ സിനിമയിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. ആ ഒരു ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സോങ് റൈറ്റിംഗ് ലിറിസിസ്റ്റ് എന്നുള്ളൊരു എടുക്കാത്തത് റാപ്പിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? ഞാൻ ചെറുപ്പത്തിലിങ്ങനെ സോങ്സ് എഴുതുമായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു മെലഡി നമുക്കൊരു 4 വരി പാടുമ്പോ ചിലപ്പോ ഒരു 10 സെക്കൻഡ് എടുക്കണമെങ്കിൽ റാപ്പിൽ ആ 10 സെക്കൻഡോട് ചിലപ്പോ 16 വരി പറയാൻ പറ്റും. കൂടുതൽ കണ്ടന്റ് എക്സ്പ്രസ് ചെയ്യാനും കൺവേ ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് കേട്ടോണ്ടിരുന്ന സോങ്സിന്റെ, അതായത് ഇംഗ്ലീഷ് സോങ്സിന്റെ പാരഡീസ് ആണ് ഇറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ ആശയം നമ്മളെ മ്യൂസിക് തന്നെ പറഞ്ഞുകൂടാന്നുള്ള ചിന്തയിൽ അതൊരു ഇൻഡിപെൻഡന്റ് ഫോമിലോട്ട് വന്നു. ചൈൽഡ്ഹുഡ് നോക്കുമ്പോ സ്കൂളിലൊക്കെ ഇങ്ങനെ റാപ്പ് ആയിട്ട് ഞാൻ +1 +2 റാപ്പിലോട് ഫുള്ള് കോൺസെൻട്രേറ്റ്. എഴുത്തുണ്ടായിരുന്നു, റാപ്പ് അന്നത്തെ CDs ഒക്കെ ഇറങ്ങി അത് കേട്ട് അങ്ങനെയാണ് റാപ്പിലോട്ട് വന്നത്. ഫെജോയിലേക്ക് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഇവന്റിൽ പോകുമ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്കൊരു റാപ്പ് നമ്മളല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാൻ ചെയ്ത് വന്നു, പക്ഷെ അവിടുത്തെ ഒരു ഇവന്റിന്റെ ഒരു ഇത് കാണുമ്പോഴത്തേക്കും ഓൺ ദ സ്പോട്ട് ചെയ്ത റാപ്പ് എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ ഹൈപ്പ് നല്ലതാണെങ്കിൽ ആ സ്ഥലപ്പേരുകൾ വെച്ച് റാപ്പ് ചെയ്യാം. കാനഡയെ കുറിച്ച് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഇവിടെ കാനഡയെ കുറിച്ച് തീർച്ചയായും പ്രതീക്ഷിക്കാം. അതെ, വന്ന് കാണണം. അത് ഞാൻ കണ്ടായിരുന്നു. വന്ന് കാണടാ, കാനഡ, അതെ, വന്ന് കാണട. കാണടാ. വെറുപ്പാണ് നിന്റെ ഉള്ളിൽ കയ്യിലെങ്കിൽ
ആ വെറുപ്പിന്റെ ക്യാൻ ആട്ടാ. ആദർശോട് ഞാൻ വീണ്ടും നമ്മൾ ഈ ഡയറക്ടർ റാഫി മെക്കാട്ടൻ അവർ പറഞ്ഞൊരു സംഭവം ഞാൻ കേട്ടു. ഈ മെക്കാട്ടൻ പുള്ളി ഡയറക്ടറായി കാശുണ്ടാക്കി പഞ്ചാബി ഹൗസൊക്കെ ചെയ്ത് വലിയ ഹിറ്റ് ഡയറക്ടറായി. എന്നിട്ട് ഒരു ദിവസം പുള്ളി ചെന്നൈക്ക് പോകാൻ വേണ്ടി ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിയെ പിക്ക് ചെയ്യാൻ വേണ്ടി റാഫി വന്നു. അപ്പോൾ വന്ന സമയത്ത് മെക്കാട്ടിൻ്റെ അമ്മ ഇറങ്ങി. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോവാ, ചെന്നൈക്ക് പോവാന്ന് പറഞ്ഞു. പുള്ളിക്കാരി റാഫിയോട് പറഞ്ഞു, മോനെ നീയെങ്കിലും ഇവനെ ഒന്ന് പറഞ്ഞ് ശരിയാക്കാം, അവൻ ഇപ്പോഴും സിനിമ കളിച്ചു നടക്കുകയാണ്. പുള്ളി സിനിമ കളിച്ചാണ് വീടും ഇതും എല്ലാം ഉണ്ടാക്കിയത്. പക്ഷെ പുള്ളിക്കാരി സിനിമ എന്ന് പറയുന്ന ഒരു ജോലിയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ ഈ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന കാര്യം അംഗീകരിക്കാത്ത ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇതൊന്നും ഒരു പ്രൊഫഷൻ അല്ല, കരിയർ അല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടേണ്ട വന്നിട്ടുണ്ടോ? ഉണ്ട് ബ്രോ. ഞാൻ തുടക്കം തന്നെ ഇങ്ങനെയാണല്ലോ. ഞാൻ ഈ ചെയ്യുന്ന ടൈമിൽ ആക്ച്വലി മിമിക്രി ചെയ്യുമായിരുന്നു. കലോത്സവത്തിനൊക്കെ പോയി സ്റ്റേറ്റ് വിന്നർ ആയിട്ടുണ്ട് മിമിക്രി. അപ്പം ഇതിനകത്ത് ഈ മിമിക്രിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തന വരസം. കലോത്സവത്തിൽ കണ്ടിട്ടില്ല, എപ്പോഴും ഇങ്ങനെ സെയിം ഐറ്റം ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ബീറ്റ് ബോക്സിലോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ ബീറ്റ് ബോക്സ് ട്രൈ ചെയ്ത ടൈമിൽ തന്നെ കുറെ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ മിമിക്രി തന്നെ ഫോക്കസ് ചെയ്തു അല്ലെങ്കിൽ മ്യൂസിക്കിലോട്ട് പിടി. അപ്പം എനിക്കിത് അവര് പറയുന്ന കേൾക്കുന്നുണ്ട്, പക്ഷെ ഓൾറെഡി കേൾക്കുന്നതുമില്ല. അപ്പം ഞാൻ ഇതിലോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ സോ ഇത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് അവസാനം വിജയിച്ച് കാണിച്ചു കൊടുത്തപ്പം നീ പറഞ്ഞ കറക്റ്റ് ഞാനന്ന് പറഞ്ഞായിരുന്നു എന്റെ ഇടയിൽ, നീ കേട്ടില്ല. റെക്കോർഡൊക്കെ ഇല്ല. ലൂപ്പ് സ്റ്റേഷൻ കേരളത്തില് അല്ലെ, എനിക്കൊന്ന് കേരളത്തിൽ ഫസ്റ്റ് ടൈം ലൂപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു മെഷീൻ മേടിക്കുന്നതും ലൂപ്പ് ചെയ്യുന്നതും ഞാനാണ്. പിന്നെ പിന്നെ എനിക്ക് ഏകദേശം നല്ല രീതിയിൽ ബീറ്റ് ബോക്സ് ഇട്ട് കുറെ കൺട്രീസിൽ പോകാൻ കഴിയുന്നു. ഏകദേശം 8 വർഷമായിട്ട് ഇതിന്റെ 8 അല്ല 9 10 വർഷമാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. എനിക്കൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. മിമിക്രി വേദികളുടെ വെറൈറ്റി കൊണ്ടുപോകുന്ന ആളാണ് ബീറ്റ് ബോക്സ്. ഇപ്പൊ പക്ഷെ ആദർശം അനുകരിച്ച് ഇപ്പൊ ഫുള്ള് ബീറ്റ് ബോക്സ്. ഈ കലോത്സവത്തിൽ ആവർത്തന വിരസത ഉണ്ടായിരുന്നല്ലോ, ഞാൻ ആണ് ആവർത്തന വിരസത. എന്റെ കണ്ടന്റുമാണ് മെയിൻ ആയിട്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുണ്ട്, ഞാൻ ഡി ജെ തുടങ്ങി ദേവയുടെ അടുത്ത ഡി ജെ ചെറുതായിട്ട് ഡി ജെ ആണ്, മുട്ടുന്നവനൊക്കെ ഡി ജെ. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴെനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള, നിങ്ങൾ 3 പേരും കൂടെ ഒരു അക്കാഡമി തുടങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടോ? അങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ എല്ലാവർക്കും അറിയാൻ കാര്യം ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു. കാരണം അങ്ങനെ ഒരു സംഭവം, കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കാണുമ്പോഴത്തേക്കാണ് മാതാപിതാക്കന്മാർക്ക് ഓക്കെ ഇതേ കണ്ടോ ബീറ്റ് ബോക്സ് വെച്ച് നമുക്ക് ഒരു കരിയർ ഉണ്ടാക്കാം, ഡി ജെ വെച്ചിട്ട്. മ്യൂസിക്കിനെ ഒരു നെഗറ്റീവ്, ഒരു അൺപ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റുന്നുള്ള ഇതില്ല, കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോഴാണ് ഇപ്പൊ എല്ലാരും മ്യൂസിക് സ്കൂളിലും അക്കാഡമിയിലും നോക്കി കുട്ടികളെ പഠിപ്പിക്കാനും വോക്കൽ ട്രെയിനിങ്. ഞാനൊരു സ്കൂൾ നടത്തുന്നുണ്ട് കൊച്ചിയിൽ, സ്കൂൾ ഓഫ് സൗണ്ടിനുണ്ട്. കുട്ടികൾക്കാണ് കൂടുതൽ വോക്കൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ കൂടുതലും പേരൻസ് വന്നിട്ട് എക്സ്ട്രാ ആയിട്ട് പഠിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഡി ജെയിലേക്ക് വരുമ്പോ ഏതെങ്കിലും ഒരു ഇവന്റിന് പോകുമ്പോ ഡി ജെ കിക്ക് ഓഫ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങളിപ്പോ ഒരു കിക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് വരികയാണോ, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇവന്റിന്റെ അവരുടെ ഒരു സ്പിരിറ്റ് കാണുമ്പോൾ നിങ്ങൾ ഓൺ ദ സ്പോട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണോ? എങ്ങനെയാ അതിന്റെ ഒരു ഗുട്ടൻസ് എങ്ങനെയാണ്? എന്റെ കൂടുതലും സ്പേസ് അനുസരിച്ചാണ്. കൂടുതലും ഒരു പ്രീ മെഡിറ്റേറ്റ് ഉണ്ടാവും. പക്ഷെ ഇത്രയും സോങ്സ് എന്താ എന്റെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്ര സോങ്സും ഇത്ര ടൈമുണ്ട്. ടൈം അനുസരിച്ചായിരിക്കും ഫിഗർ ഔട്ട്. ഓക്കെ, ഫെജോയിഡും ആവശ്യം ചോദിക്കാനുള്ള ട്രിവാൻഡ്രം ഗവൺമെന്റ് ഗേൾസ് കോളേജിൽ പോയപ്പോഴത്തേക്കും ആ ഒരു സ്പിരിറ്റ് അത് വെച്ചിട്ട് ഓൺ ദ സ്പോട്ട് എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സ്പിരിറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓൺ ദ സ്പോട്ട് ചെയ്യാൻ എവിടെയെങ്കിലും കുറെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഒരു ദിവസം ഞങ്ങള് കൺട്രോൾ സ്പിരിറ്റ് കൂടി 1 മണിക്കൂർ ഞങ്ങൾ 3.5 മണിക്കൂർ. ഞാനത് വീഡിയോസ് പലതും കണ്ടു. നിങ്ങളുടെ ആ ഒരു ആ ഒരു ക്രൗഡ് മൊത്തം അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. വടകരയിൽ എങ്ങാണ്ടല്ലായിരുന്നോ നിങ്ങൾ അങ്ങോട്ട് പ്രോഗ്രാം നിർത്തി വെപ്പിച്ചിട്ട് എന്തോ ഒരു സംഭവം വടകര ക്രൗഡ് വന്ന് ഭയങ്കര അത് യൂത്ത് മാത്രമല്ല, എല്ലാവരും പ്രായമായ അമ്മച്ചി ഒരു പിള്ളേരെ കൊണ്ടുവന്ന്. അപ്പൊ റാപ്പ് അല്ലെങ്കിൽ ബീറ്റ് ബോക്സിനൊക്കെ അത്ര ഒരു സ്വീകാര്യത
ഈ നമ്മുടെ നാട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. അവരുടെ ആവേശം കൊണ്ട് ആ പരിപാടി നിർത്തേണ്ട അവസ്ഥയായി. ബട്ട് നമ്മൾ പറഞ്ഞു, അവിടുത്തെ അതോറിറ്റീസ് പറഞ്ഞു, അവരെല്ലാം കൺട്രോൾ ചെയ്ത് ലാസ്റ്റ് വരെ എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അതെ 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 അതെ. അപ്പോൾ ഞാനൊരു കാര്യം കൂടി ചോദിച്ചു, ഇടയ്ക്കൊരു ഇന്റർവ്യൂ ഇത്രയും നേരം ചോദിച്ചിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചു. അതൊരു ശീലമായിപ്പോയി. എന്തെങ്കിലും പറയാൻ ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇന്റർവ്യൂവിൽ കേട്ടായിരുന്നു, കിളിയെ കിളിയെ എന്നുള്ള പാട്ട് ഞാൻ ചെയ്തു, പക്ഷെ ആൾക്കാരെല്ലാം ഉപയോഗിച്ചെന്നെ വെറുപ്പിച്ചെന്നെ. ഇല്ല അങ്ങനെയല്ല, എന്റെ കയ്യിൽ നിന്ന് പോയെന്ന് ഞാൻ ആൾക്കാരല്ല. ആൾക്കാരത് ഇട്ടു, അതിനൊരു റെക്കഗ്നീഷൻ വന്നു. പിന്നെ അതിന് റൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടും അതെന്നെ വർദ്ധിച്ചു. പല രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള പിന്നെ അതിനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഈ വ്യാഖ്യാനമാണല്ലോ അതിൽ. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരെണ്ണം ചെയ്യുമ്പോഴത്തേക്കും ഇനി എൻ്റെ ഇതുപോലെ എൻ്റെ ക്രെഡിറ്റ്സ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണോ, അതോ എൻ്റെ ഒരു ക്രിയേഷൻ ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇനിയും കൂടുതൽ ചെയ്യാമെന്നുള്ളതാണോ? റിലീസ് ചെയ്യുന്നില്ല, പുറത്തേക്ക് ഇടുന്നില്ല, ഞാൻ കേട്ട് ഞാൻ പണ്ടേതൊരു ഇന്റർവ്യൂല് ശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ DJ ആയില്ലായിരുന്നു, ഇങ്ങനെ ജേർണലിസ്റ്റ് ആകുമായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ എടുത്ത് ജേർണലിസ്റ്റ് ആകുമായിരുന്നു. അപ്പൊ ജേർണലിസത്തിലോട്ട് പോയി കഴിഞ്ഞാലും ഈ ഒരു DJing പാഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിലിം പാഷനിലേക്ക് ഉള്ളത് കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ലാൻഡ് ചെയ്യും എന്ന് ഉറപ്പുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഒഴുക്കിലാണ് പോകുന്നത്. മ്യൂസിക്കിനോട് ലവുണ്ട്, ഒരു ഹോബിയായിട്ട് തുടങ്ങിയത്. അതെ. അപ്പോൾ ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ജീവിതത്തിലെ ഒരു ആഹാ മൊമെന്റ്സ്, ഞങ്ങളുടെ ആഹാ റേഡിയോ പറയുന്ന പോലെ ഏറ്റവും വലിയ ആഹാ മൊമെന്റ് എന്തായിരുന്നു DJ ശേഖറിന്റെ ലൈഫിൽ? ആക്ച്വലി ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇപ്പൊ നിൽക്കുന്നതാണ്. ഞാൻ നോക്കുവാണെങ്കിൽ ഈ കാനഡയിൽ വരാൻ പറ്റിയതും ഇവിടെ ചെയ്യാൻ പറ്റുന്നതും ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ കുറെ നാൾ മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതൊരു ആഹാ മൊമെന്റ് ആണ്. ഞങ്ങൾക്കും അതെ, ഞങ്ങൾക്കൊരു ആഹാ മൊമെന്റ് ആണ്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയൊരു ഫെജയുടെ ജീവിതത്തിൽ ഒരു ആഹാ മൊമെന്റ് പറയാൻ പറഞ്ഞാൽ ഫെജ എന്ത് പറയും? ഗേൾസ് കോളേജ് പറയരുത്. അപ്പൊ എനിക്ക് ഇത് ആഹാ റേഡിയോയിൽ എന്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ്. ഞാൻ നിതിൻ രാജ് ആയിരുന്നപ്പോ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിതിൻ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി, കാനഡയിൽ ഒരു ഷോ വന്നാ ചെയ്യോ? അപ്പൊ ഞാൻ വെറുതെ ഒരു മാസ് ഡയലോഗ് ഇട്ടത്, അടുത്ത ഇന്റർവ്യൂ നിങ്ങൾ എടുക്കുമ്പോ ഞാൻ കാനഡയിൽ ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചു. അപ്പൊ എനിക്ക് അത് ഒരു ആഹാ മൊമെന്റ് ആയിട്ട് തോന്നുന്നു. സജോടെ മറ്റൊരു ആഹാ മൊമെന്റ് എനിക്ക് തോന്നിയത് ആറാട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ മറ്റേ ആ സിനിമയെ ഒരു കൾട്ടിതായി അതിനെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ആ പാട്ട് അന്നും ഇന്നും എപ്പോഴും ഇൻസ്റ്റ എടുത്താലും എവിടെയാണെങ്കിലും ഇപ്പോഴും അത് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊക്കെ പ്ലേ ചെയ്യണ കേൾക്കാം. അപ്പൊ എനിക്ക് എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇതേപോലത്തെ വലിയ സൂപ്പർ സ്റ്റാർസ്. ഞാൻ ശേഖരനോട് നമ്മൾ വന്ന വഴിക്ക് പറഞ്ഞു, മലയാളത്തിലെ ഏതൊക്കെ ടോപ്പ് സ്റ്റാർസ് ഉണ്ട് അവരുടെയൊക്കെ ഒപ്പം എനിക്ക് അവർക്ക് വേണ്ടി ഒരു സോങ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിരിക്കും ചിന്തയുണ്ട്. അപ്പൊ അതിലേക്ക് എന്നെ വിളിച്ചത് രാഹുൽ രാജ്, കൃഷ്ണൻ സാർ. അപ്പൊ അവര് വിളിച്ചു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ലിമിറ്റഡ് ടൈമാണ് തന്നത്, ഒരാഴ്ചക്കുള്ളിൽ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് അവർ ആ സോങ് സെക്കൻഡ് വേർഡ്സ് ആഡ് ചെയ്തു, ഫുൾ ലെങ്ത് സോങ് ആക്കി. ആദർശിന്റെ ലൈഫിലുള്ള ഒരു ആഹാ മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? എന്റെ ഓഡിയൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ പ്രോഗ്രാം, അവിടുന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആണ് ശരിക്കും ഞങ്ങളെല്ലാവരുടെയും. അതാണ് ഏറ്റവും വലിയ അതേപോലത്തെ ആഹാ മൊമെന്റ്സ് കളക്ട് ചെയ്യാൻ ഞങ്ങൾ മൂന്നുപേരും എത്തി. ഉറപ്പായിട്ടും കിട്ടും. എന്താണേലും ഉണ്ടാവും. കാരണം അത്രയും ക്രൗഡ് അത്രയും പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ എന്താണ് കിട്ടാനുള്ളതെന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മൂന്നുപേരെങ്കിലും സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള, ഈ കൂട്ടുകെട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ ഇനി ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഭാവിയില് കുറച്ച് പാട്ടുകൾ ഒരു 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 ആൽബം അങ്ങനെയുള്ള എന്തെങ്കിലും അൺപ്ലഗ്ഡ് സീരീസ് എന്തെങ്കിലും? ആൽബം ഒക്കെ ഭയങ്കര വലിയ കമ്മിറ്റ്മെന്റ്. 1-2 പാട്ടൊക്കെ ആണെങ്കിൽ വലിയ കമ്മിറ്റ്മെന്റ് അതില്ല. ചെയ്തിട്ട് നമുക്ക് പതുക്കെ ചെയ്യാൻ ചെയ്യും, പ്രതീക്ഷിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഭയങ്കര നല്ല ഹാപ്പി മൊമെന്റ് ആണ്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് തന്നെ. ഈ ആക്ടർ, മ്യൂസിക് ഡയറക്ടർ, അതുപോലെ തന്നെ DJ, എല്ലാത്തിൻ്റെ അകത്തുനിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുക്കാൻ പറഞ്ഞ DJ ആണ്. കാരണം അതിന്റെ കുടുംബം സിനിമയിൽ അഭിനയിച്ചാൽ കാശ് കിട്ടില്ല.
മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടില്ല. എല്ലാം ഇൻസ്റ്റാൾമെന്റ്. DJ ആണെങ്കിൽ റെഡി ക്യാഷ്. അല്ല അതിന്റെ അറിയാവുന്ന ഒരു പ്രൊഫഷനാണ്. ലൈക്ക് ആദർശ് പറഞ്ഞ പോലെ ഒരു ഹൈ ഉണ്ട് ഷോയെല്ലാം കഴിയും. അതാണ് ഏറ്റവും വലിയ ആ ക്രൗഡിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുമ്പോഴാണ് എപ്പോഴും നമുക്കൊരു ഹാപ്പിനെസ് മൊമെന്റ് കിട്ടുന്നത്. ആദർശിനോട് ചോദിക്കാനുള്ള വേറെ സംഭവമാണ്, നമുക്കിപ്പോ 18+ ജോ ആൻഡ് ജോ മൂവിയുടെ ഒക്കെ ഡയറക്ടറുടെ പേര് അരുൺ ഡി ജോസ് എന്നാണ്. അദ്ദേഹം ADJ എന്നാണ് വിളിക്കുന്നത്. പുള്ളി ഒരു പ്രോമിസിംഗ് ഡയറക്ടറാണ്. ഈ ആദർശ് ADJ എന്നുള്ള ടാഗ് ഇനി ഒരു അപ്കമിങ് മ്യൂസിക് ഡയറക്ടർ ആകാൻ സഹായിക്കുമെന്ന് ഒരു ഫോർച്യൂൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് മ്യൂസിക് ഡയറക്ഷൻ പ്രൊഡക്ഷൻ ഉണ്ട് ബ്രോ. ഞാനും ഫെജോന്റെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഇൻഡിവിജ്വലി കമ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സിനിമ ചെയ്തു ബ്രോ, തമിഴ് സിനിമ ആണ് അത്. ജി പ്രകാശിന്റെ പടത്തില് കേരളത്തില് നല്ല എനിക്കൊന്ന് മേ ബി ലിസ്റ്റ് എടുത്തിട്ട് നല്ലൊരു ബീറ്റ് ബോക്സ് എന്നെ ആയിരിക്കും മേ ബി എന്നെ വിളിച്ചിട്ട് ഒരു പാട്ടിന്റെ ഒരു പോർഷൻ ഫുള്ള് ബീറ്റ് ബോക്സ്. ഡയറക്ടർ എഡീഷനൊക്കെ പിന്നെ വന്നത് ആദർശ് എഡീഷൻ. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ കനേഡിയൻ മലയാളികളോട് നിങ്ങൾക്ക് പറയാനുള്ള എന്താണ് മെസ്സേജ് ഉള്ളത്? മെസ്സേജ് അല്ല, മ്യൂസിക് പ്ലേ ചെയ്യാനും പാടാനും അല്ലേ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ അറിയുള്ളൂ. വരിക, നിങ്ങൾ സന്തോഷിക്കുക, വരിക, തുള്ള. നിങ്ങളുടെ ആഹാ മൊമെന്റ്സ് കളക്ട് ചെയ്യാനുള്ള സമയമാണിത്. അപ്പോൾ ഏറെ സന്തോഷം ഞങ്ങളോടൊപ്പം ഈ ഇത്രയും സമയം ചെലവഴിച്ചതിലും ഞങ്ങളോടൊപ്പം ഇത്രയും ഫൺ മൊമെന്റ്സ് വന്നതിനും ഒക്കെ ഏറെ സന്തോഷം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദിസ് കമ്മിങ് ഇവന്റ്സ്. അപ്പൊ ഇനിയും ഇവന്റ്സുമായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും ലൊക്കേഷൻ വെച്ച് കാണണം. താങ്ക് യു സോ മച്ച്. ബൈ പറഞ്ഞോട്ടെ.